ക്വിസ് ആൻഡ് ഫാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2026 പരിസ്ഥിതി ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ക്വിസ് മത്സരങ്ങളിലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന 20 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഓൾറെഡി ഈ വർഷത്തെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ 5 വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. എല്ലാത്തിലും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ഒരു വീഡിയോയിലൂടെ ഇന്ന് ജൂൺ 4-ാം തീയതിയാണ്. അപ്പോൾ നാളെയാണ് പരിസ്ഥിതി ദിനം. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്ക് വേണ്ടി ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഒരു ചോദ്യമാണ് ബോണസ് ക്വസ്റ്റ്യൻ. അതിന്റെ ഉത്തരം ആരൊക്കെയാണോ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നത് അതിൽ കുറച്ച് പേരെ അടുത്ത വീഡിയോയിൽ വിന്നറായി സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതേപോലെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യന്റെ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യന്റെ വിന്നേഴ്സിനെ ഈ വീഡിയോയുടെ അവസാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്. ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് പാസാക്കിയ വർഷം ഏതാണ്? ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം അഥവാ എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് പാസാക്കിയത് 1986 അതിനെ പറയുന്നത് തന്നെ എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്നാണ്. രണ്ടാമത്തത് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ലോക ജലദിനമായി ആചരിക്കുന്നത് എന്നാണ്? വേൾഡ് വാട്ടർ ഡേ എന്നാണ്. ലോക ജലദിനം മാർച്ച് 22 ലോക ജലദിനമായി ആചരിക്കുന്നത് മാർച്ച് 22. മാറിപ്പോയരുത്. ലോക ഭൗമ ദിനം അല്ലെങ്കിൽ വേൾഡ് എർത്ത് ഡേ എന്നാണ്. ഏപ്രിൽ 22 രണ്ടും 22-ാം തീയതിയാണ്. പക്ഷെ ഒരു മാസം കഴിഞ്ഞാണ്. വേൾഡ് വാട്ടർ ഡേ മാർച്ച് 22-നും വേൾഡ് എർത്ത് ഡേ ഏപ്രിൽ 22-നുമാണെന്ന് ഓർത്തിരിക്കുക. മൂന്നാമത്തെ ചോദ്യം, ഓസോൺ പാളി സംരക്ഷിക്കുന്നതിനായി മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവെച്ച വർഷം ഏതാണ്? വളരെ പ്രധാനപ്പെട്ട പ്രോട്ടോകോളിൽ ഒന്നാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. മോൺട്രിയൽ പ്രോട്ടോകോൾ ഓസോൺ പാളി സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോട്ടോകോൾ ആണെന്ന് കൂടി ഓർത്തിരിക്കുക. മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവെച്ച വർഷം 1987. അതിൽ തന്നെ മോൺട്രിയൽ പ്രോട്ടോകോൾ എവിടെ വെച്ചാണ് ഒപ്പുവെച്ചതെന്ന് ചോദിച്ചാൽ കാനഡ എന്നുകൂടി നിങ്ങൾ ഓർത്തിരിക്കുക. കാനഡയിൽ വെച്ചാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ നടക്കുന്നത്. വർഷം 1987. എന്തിനു വേണ്ടി? ഓസോൺ പാളിയുടെ സംരക്ഷണത്തിന് വേണ്ടി. നാലാമത്തെ ചോദ്യം, ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1972. നമ്മൾ നേരത്തെ ഒരു നിയമം പഠിച്ചിരുന്നു, എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. അത് 1986. അതിന് 14 വർഷം മുമ്പ് 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ വന്യജീവി സംരക്ഷണ നിയമം പാസാക്കിയത്. അഞ്ചാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. എല്ലാ ക്വിസ് മത്സരങ്ങളിലും ചോദിക്കുന്നതാണ്. ഭോപ്പാൽ ദുരന്തം നടന്ന വർഷം ഏതാണ്? ഭോപ്പാൽ ദുരന്തം നടന്ന വർഷം ഏത്? ഉത്തരം 1984. 1984 ഭോപ്പാൽ ദുരന്തം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ്, ഈ ഒരു ഭോപ്പാൽ ദുരന്തം നടന്നതോടുകൂടിയാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഒന്നുകൂടി സ്ട്രിക്റ്റ് ആയി ഇതിനെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് 1986 എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരുന്നത്. അപ്പോൾ എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരാൻ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു ദുരന്തമാണ് ഈ ഒരു ഭോപ്പാൽ ദുരന്തം. ഭോപ്പാൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഏത് വാതകം മൂലമാണ് ഈ ഒരു ഭോപ്പാൽ ദുരന്തം സംഭവിച്ചത്? എപ്പോഴും ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കുന്ന ചോദ്യമാണ്. ഉത്തരം മീഥൈൽ ഐസോസയനേറ്റ്, IMIC എന്നുകൂടി ഇതിനെ പറയാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഭോപ്പാൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം. വീഡിയോയിലെ ആറാമത്തെ ചോദ്യം, ഇന്ത്യയിൽ പ്രൊജക്ട് എലിഫന്റ് ആരംഭിച്ച വർഷം. ഇന്ത്യയിൽ പ്രൊജക്ട് എലിഫന്റ് ആരംഭിച്ച വർഷം ഏതാണ്?
ഉത്തരം 1992. എലിഫന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ പ്രൊജക്ട് എലിഫന്റ് ആരംഭിച്ച വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉത്തരം 1992. ഇതിനോടൊപ്പം മറ്റൊരു പ്രൊജക്ട് കൂടി ഓർത്തിരിക്കുക, പ്രൊജക്ട് ടൈഗർ എന്ന പ്രൊജക്ട് കൂടി ഓർത്തിരിക്കുക. അത് നടപ്പിലാക്കിയ വർഷം 1973 ആണ്. അപ്പോൾ 2 വർഷങ്ങൾ, 1973 പ്രൊജക്ട് ടൈഗർ, 1992 പ്രൊജക്ട് എലിഫന്റ്. ഈ 2 പ്രൊജക്റ്റും എൻവിറോൺമെന്റൽ ഡേയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏഴാമത്തെ ചോദ്യം, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രൂപീകരിക്കപ്പെട്ട വർഷം. ഉത്തരം 1962. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രൂപീകരിക്കപ്പെട്ട വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. 1962. അടുത്തതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം. സൈലന്റ് വാലിയെ ഒരു നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഉത്തരം 1984. സൈലന്റ് വാലിയെ ഒരു നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത് 1984. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, സൈലന്റ് വാലിയുടെ നാഷണൽ പാർക്കായിട്ടുള്ള ഉദ്ഘാടനം നടക്കുന്നത് 1985. അപ്പോൾ ചോദ്യം എങ്ങനെയാണോ അതിനനുസരിച്ച് ഉത്തരം എഴുതുക. ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ലോക പരിസ്ഥിതി ആരോഗ്യ ദിനം, വേൾഡ് എൻവിറോൺമെന്റൽ ഹെൽത്ത് ഡേ എന്നാണ്. വേൾഡ് എൻവിറോൺമെന്റൽ ഡേ നിങ്ങൾക്കറിയാം, വേൾഡ് എൻവിറോൺമെന്റൽ ഹെൽത്ത് ഡേ എന്നാണ്. ജൂൺ 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനമാണെങ്കിൽ വേൾഡ് എൻവിറോൺമെന്റൽ ഹെൽത്ത് ഡേ, അതായത് ലോക പരിസ്ഥിതി ആരോഗ്യ ദിനം, സെപ്റ്റംബർ 26-ാം തീയതിയാണ്. ഉത്തരം സെപ്റ്റംബർ 26. വീഡിയോയിലെ 10ാമത്തെ ചോദ്യം എല്ലാ വർഷവും നമ്മുടെ ക്വിസിൽ ചോദിക്കുന്ന ചോദ്യമാണ്. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏത്? കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ആനമുടിയാണ്. ഉത്തരം ആനമുടി. 11ാമത്തെ ചോദ്യം, പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് ആദ്യമായി നോബൽ സമ്മാനം ലഭിച്ച വ്യക്തി ആരാണ്? പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് ആദ്യമായി നോബൽ സമ്മാനം ലഭിച്ച വ്യക്തി ആര്? ഉത്തരം വങ്കാരി മാതായി. 2004 വങ്കാരി മാതായിക്ക് പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് ആദ്യമായി ഒരു നോബൽ സമ്മാനം ലഭിക്കുന്നത്. ഉത്തരം വങ്കാരി മാതായി. ഇതേ വങ്കാരി മാതായിയെ പറ്റി നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ആരംഭിച്ച വ്യക്തി എന്ന നിലയിലാണ് വങ്കാരി മാതായിയെ പറ്റി പറഞ്ഞത്. ഇന്നലത്തെ ക്ലാസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കാണുക. അതൊക്കെ കേട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും പരിസ്ഥിതി ദിന ക്വിസിൽ നല്ലൊരു മാർക്ക് നേടാൻ സാധിക്കുന്നതാണ്. വെറുതെ ചോദ്യവും ഉത്തരവും പറഞ്ഞു പോവുകയല്ല ചെയ്തിരിക്കുന്നത്. ആ ക്ലാസ്സുകളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നിങ്ങൾ നിർബന്ധമായും ആ വീഡിയോ കാണുക. 12ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ അല്ലെങ്കിൽ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ബേർഡ് മാൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഡോക്ടർ സാലിം അലിയാണ്. ഇദ്ദേഹത്തെ പറ്റിയും നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പരാമർശിച്ചിരുന്നു. അതായത് ഒരു കുരുവിയുടെ പതനം അല്ലെങ്കിൽ ഫാൾ ഓഫ് എ സ്പാരോ എന്ന ആത്മകഥ ആരുടേതായിരുന്നു എന്നാണ് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ചോദിച്ചത്. ഉത്തരം ഇതേ സാലിം അലിയാണ്. അദ്ദേഹം തന്നെയാണ് പക്ഷി മനുഷ്യൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചോദ്യം നമ്പർ 13, ഹരിതഗൃഹ പ്രഭാവം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റിന് എന്ന പ്രക്രിയയ്ക്ക് കാരണമാകുന്ന പ്രധാന വാതകം ഏതാണ്? ഗ്രീൻ ഹൗസ് എഫക്റ്റ് അല്ലെങ്കിൽ ഹരിതഗൃഹ പ്രഭാവം എന്ന എഫക്റ്റിന് കാരണമാവുന്ന ധാരാളം വാതകങ്ങളുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഉത്തരം CO2. ചോദ്യം നമ്പർ 14, ഭൂമിക്ക് മുകളിലുള്ള ഓസോൺ പാളി സൂര്യനിൽ നിന്ന് വരുന്ന ഏത് ഹാനികരമായ കിരണങ്ങളെയാണ് തടയുന്നത്? ധാരാളം ഹാനികരമായ കിരണങ്ങൾ വരുന്നുണ്ടെങ്കിലും നമ്മുടെ ഓസോൺ പാളി പ്രധാനമായി തടയുന്നത് ഏതിനെയാണ്? UV റേസ് അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് റേസിനെയാണ്. 14ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം UV റേസ്. ചോദ്യം നമ്പർ 15, എത്ര വലുപ്പത്തിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കഷ്ണങ്ങളെയാണ് മൈക്രോ പ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നത്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ്. 5 മില്ലിമീറ്റർ, അതായത് 5 മില്ലിമീറ്ററിന് താഴെ വലുപ്പത്തിലുള്ള പ്ലാസ്റ്റിക് കഷ്ണങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൈക്രോ പ്ലാസ്റ്റിക് എന്ന പേരിൽ വിളിക്കുന്നത്. 15ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 5 മില്ലിമീറ്റർ.
16ാമത്തെ ചോദ്യം, ലോകത്താകെ എത്ര ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്? എത്ര ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളാണ് നമ്മുടെ ലോകത്ത് മൊത്തത്തിലുള്ളത്? ആദ്യം തന്നെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ജൈവ വൈവിധ്യം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഭൂമിയിലെ മേഖലകളെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ലോകത്താകെ 36 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയിലെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം പഠിച്ചിരുന്നു. ഇന്ത്യയിൽ 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ലോകത്തിലാകെ 36ഉം ഇന്ത്യയിൽ 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളും. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. 17ാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യം, ഈസി ആയ ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. 1936 ഇത് ഉണ്ടായത് എന്നുകൂടി ആലോചിക്കുക. ഉത്തരം ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഇൻ 1936. 18ാമത്തെ ചോദ്യം, ഭൂമിയുടെ ഉപരിതലത്തിൽ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള വാതകം ഏതാണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ ആണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏകദേശം 78% എന്താണ്? നൈട്രജൻ ആണ്. പക്ഷെ ഇത്തരത്തിലൊരു ചോദ്യം വരുമ്പോൾ ശ്രദ്ധിക്കുക, ചിലപ്പോൾ ചോദ്യം ഇങ്ങനെയായിരിക്കും: ഭൂമിയുടെ ക്രസ്റ്റിൽ ഉള്ള ഏറ്റവും, ഭൂമിക്ക് 3 പാളികൾ ഉണ്ടെന്ന് അറിയാം, ക്രസ്റ്റ്, മാന്റിൽ ആൻഡ് കോർ. അതിൽ ഭൂമിയുടെ ക്രസ്റ്റിൽ ഏറ്റവും കൂടുതലുള്ള എലമെന്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം ഓക്സിജൻ ആണ്. പക്ഷെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം, ഗ്യാസ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം എന്താണ്? നൈട്രജൻ ആണ്. 78% നൈട്രജൻ ആണുള്ളത്. വീഡിയോയിലെ 19ാമത്തെ ചോദ്യം, മിനമാത്ത ദുരന്തം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? മിനമാത്ത ദുരന്തം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം. മിനമാത്ത ദുരന്തം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ജപ്പാനിലാണ്. ജപ്പാനിലെ മിനമാറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ദുരന്തം ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, 19ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ജപ്പാൻ. ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന്, അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് എത്രയാണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എത്രത്തോളമാണ് ഓക്സിജൻ എന്ന വാതകമുള്ളത്? നമ്മൾ തൊട്ടു മുമ്പ് നമ്മുടെ അന്തരീക്ഷത്തിന്റെ 78% നൈട്രജൻ ആണെന്ന് പറഞ്ഞിരുന്നു. അതിൽ ബാക്കി, അതായത് 21%, നമ്മുടെ അന്തരീക്ഷത്തിൽ 21% ഓക്സിജൻ ഉള്ളത്. 20ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 21%. ഇനി നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ബോണസ് ചോദ്യം ഇതാണ്, വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. കരയിലെ ഏറ്റവും വലിയ മൃഗം ഏതാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യം എന്നൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഒരു GK ജനറൽ നോളജ് ചോദ്യം പോലെയാണ് ചോദിക്കുന്നത്. കരയിലെ ഏറ്റവും വലിയ മൃഗം ഏതാണ്? അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. എല്ലാവരും ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ അടുത്ത വീഡിയോയിൽ ഇതിന്റെ വിന്നറിനെ നമ്മൾ പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നില്ല. നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിന്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത് തന്നെയായിരുന്നു കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം. ഇന്ത്യയിലെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം എത്ര? നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം അറിയാം. ഉത്തരം 4 ആണ്. ഇനി ആരൊക്കെയാണ് സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് എന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിന്റെ വിന്നേഴ്സായി സെലക്ട് ചെയ്യപ്പെട്ടവർ അജ്വ ഫാത്തിമ AK, അലൻ S, നെതുന, അമയ ജോയ് A, ആദ്യ R, ആയിഷ, ഫാത്തിമ ഫൈഹ, മാളവിക, ആഷ്നി, തീർത്ഥ അനീഷ്, ഗാഥ രാജേഷ്, അനുഗ്രഹ രാജീവ്, ദേവിക രമേശ്, ഇബ്രാഹിം, മിൻഷ ഷെഹിൻ, ആക്നെ SR. ഇത്രയും പേരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിന്റെ വിന്നേഴ്സ്. ഇതേപോലെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഉത്തരങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിന്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. വിജയികളെ നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കാം. ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ മറ്റ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി നമ്മുടെ മറ്റ് വീഡിയോസ് കൂടി കാണുക. നിങ്ങൾക്ക് ഉറപ്പായും നല്ലൊരു മാർക്ക് പരിസ്ഥിതി ദിന ക്വിസിൽ നേടാൻ സാധിക്കും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.